മഴതോരും മുമ്പേ സീരിയലിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അലീന മുത്തശ്ശിയുടെ ഫോൺ എടുത്ത് രോഹിത്തിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് രോഹിത്തിനോട് പറയുന്നുണ്ട്, ഞാൻ അലീനയാ, കോള് കട്ട് ചെയ്താൽ ഞാനിപ്പോൾ അച്ഛനെയും കൂട്ടി നിൻ്റെ റൂമിലേക്ക് വരും. ഒരു ഭീഷണിയുടെ സ്വരത്തിൽ തന്നെയാണ് അലീന രോഹിത്തിനോട് പറയുന്നത്. രോഹിത്തും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ അലീന പറയുന്നത് കേട്ട് ഭയങ്കര കലിപ്പിച്ച് തിരിച്ചു മറുപടി പറയുന്നു, നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ? എങ്കിൽ ഒന്ന് കാണട്ടെ. ഇത് അലീനയാ പറയുന്നത്. പറഞ്ഞ പോലെ ചെയ്തിരിക്കും. അത് കേട്ടിട്ട് രോഹിത്തിന് നല്ല പേടിയാകുന്നുണ്ട്. എങ്കിലും പുറമേ നടിക്കുന്നില്ല. പിറ്റേ ദിവസം കാണിക്കുന്നത് നമ്മുടെ മനു അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. അങ്ങനെ വൈജയന്തിയോട് സംസാരിക്കുന്നുണ്ട്. അതെല്ലാം നമ്മുടെ ബാലേന്ദ്രൻ നോക്കിയിരിക്കുകയും ചെയ്യുന്നു, പത്രം വായിക്കുന്ന രൂപത്തിൽ. ഞാൻ അവളെ ഇവിടുന്ന് പിരിച്ചു വിട്ടാൽ നീ എന്ത് ചെയ്യുമെന്ന് വൈജയന്തി കലിപ്പിച്ച് മനുവിനോട് ചോദിക്കുന്നു. അപ്പം മനു പറയുന്നുണ്ട്, പിരിച്ചു വിടുവാണെങ്കിൽ അതൊന്ന് മുന്നേ അറിയിച്ചിട്ട് പിരിച്ചു വിടണം. മുന്നേ അറിയിച്ചിട്ട് പിരിച്ചു വിടുവാണെന്നുണ്ടെങ്കിൽ അന്നേ ദിവസം രാവിലെ തന്നെ കാറും കൊണ്ടുവന്ന് അവളുടെ സാധനവും വാരി പോവാമല്ലോ. മനുവിനെ ഒന്ന് വരട്ടാൻ വേണ്ടിയിട്ട് വൈജയന്തി ചുമ്മാ പറഞ്ഞതാ. മനുവിൻ്റെ മറുപടി കേട്ടിട്ട് ഒന്നും പറയാനാകാതെ സ്തംഭിച്ച് നിൽക്കുന്നു. അതെല്ലാം ബാലേന്ദ്രൻ ശ്രദ്ധിക്കുന്നുണ്ട്. ആ സമയത്ത് വൈജയന്തി അങ്ങ് പോകുന്നു. മേളത്തെ നിലയിൽ നിന്ന് രോഹിത്ത് റെഡിയായി താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. രോഹിത്തിനെ കണ്ടതും മനു അവനെ തന്നെ തറപ്പിച്ച് നോക്കിയിരിക്കുന്നു. എന്നിട്ട് സ്റ്റെയർ ഇറങ്ങി വരുന്ന അവൻ്റെ അടുത്തേക്ക് വന്ന് നിന്നിട്ട് മനു പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഒന്ന് കാണണം. കണ്ടുകൊണ്ടിരിക്കുമല്ലേ? അങ്ങനെ കാണണമെന്നല്ല, വിശദമായിട്ടൊന്ന് കാണണം. അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് രോഹിത്ത് കോളേജിലേക്ക് പോകുന്നു. എങ്കിലും മനസ്സിനൊരു പെടവെടുപ്പുണ്ട്. ഇതെല്ലാം ഇനി അച്ഛനോടും അമ്മയോടും പറയൂ എന്നുള്ളൊരു ടെൻഷൻ. തിരിഞ്ഞു നോക്കുന്നുണ്ട് മനുവിനെ. അന്നേരവും മനു രോഹിത്തിനെ തന്നെ നോക്കി ദേഷ്യപ്പെട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു. അതെല്ലാം കൂടി ആകുമ്പോഴത്തേക്കും രോഹിത്തിന് സമാധാനമില്ല. പക്ഷെ പുറമേ കാണിക്കാൻ വയ്യാൻ താനും. അങ്ങനെ ധർമ്മസങ്കടത്തിലായിട്ട് നിൽക്കുന്നത് കാണുന്നു. വൈജയന്തിയോട് പറയുന്നതും രോഹിത്തിനോട് പറയുന്നതും എല്ലാം ശ്രദ്ധിച്ച് ബാലേന്ദ്രൻ അവിടെ ഇരിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നുണ്ട്. പക്ഷേ പുറമേ നടിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.